പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപയുടെ പൂക്കാലം എന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. കൃപയുടെ പൂക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വെറുതെ ഇരുന്നാൽ മതി, നമുക്ക് കൊന്തയെല്ലാം പറ്റും. വെറുതെ ഒന്ന് മുട്ടുകുത്തിയാൽ മതി, നമുക്ക് അനുതാപത്തോടെ കുമ്പസാരിക്കാൻ പറ്റും. വെറുതെ ഒന്ന് വന്ന് ഗ്രൗണ്ടിൽ ഇരുന്നാൽ മതി, ധ്യാനം കേട്ട് നല്ല അനുഭവം, നമ്മുടെ ഉള്ളിൽ നല്ല ചിന്തകൾ കിട്ടും. ഒന്നും കിട്ടാത്ത കാലങ്ങളും സമയങ്ങളും വരും, നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വരുന്നതിന് മുമ്പ് കർത്താവ് കൃപയുടെ വാതിൽ അടയ്ക്കുന്ന സമയം വരും. അത് എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അത് വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വരുന്നതിന് മുമ്പ് സമയങ്ങളുടെയും കാലങ്ങളുടെയും പ്രത്യേകത മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാൻ. അത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി, യുവാവാണെങ്കിലും ശരി, യുവതിയാണെങ്കിലും ശരി, അത് മുതിർന്നതാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയങ്ങളുടെയും കാലങ്ങളുടെയും പ്രത്യേകത മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാൻ. ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. ഓരോ മകന്റെയും മകളുടെ തോളിൽ കൈവച്ച് കർത്താവ് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുൾ ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലപ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ വെളിച്ചം തേടുന്ന ഒരു കാലം വരും. നിങ്ങൾ അനുദപിക്കണമെന്നും കുമ്പസാരിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പള്ളിയിൽ പോകണമെന്നും കുർബാനയ്ക്ക് കൂടണമെന്നും ബലി അർപ്പിക്കണമെന്നും എളിമപ്പെടണമെന്നും ഒക്കെ തോന്നുന്ന ഒരു കാലം വരും. എന്നാൽ അന്ന് ആ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും നടക്കുകയില്ല. അങ്ങനെ ഈ ഭൂമി വിട്ടു പോകേണ്ട കാലം, സ്ഥിതി, മണിക്കൂറുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാം.